നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി മറികടക്കാൻ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിമുഖത കാട്ടുന്നുവെന്ന ആരോപണം. വനമല്ല എന്നത് സർക്കാർ വാക്കാൽ പറഞ്ഞാൽ പോരെന്ന കോടതിയുടെ പരാമർശം. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി പോലീസ്. ആവശ്യം ഓണക്കാലവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ തിരക്ക് വർദ്ധിച്ച ഗതാഗത കുരുക്കുണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി. കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം അറുതിയില്ലാതെ തുടരുന്നു. കഴിഞ്ഞ ദിവസം പെരുമല ഗ്രാമത്തിലിറങ്ങി ഒറ്റയാൻ വാഹനവും ഗേറ്റും തകർത്തു. മൂന്നാർ ടൗണിന് സമീപം തമ്പടിച്ച കുട്ടിയാന അടങ്ങുന്ന കാട്ടാനക്കൂട്ടം. വാഴൂർ സോമൻ MLA അന്തരിച്ചതിനെ തുടർന്ന് പീരുമേട് മണ്ഡലത്തിൽ ഒഴിവുണ്ടായ വിവരം നിയമസഭാ സെക്രട്ടേറിയറ്റ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്തും ഇമെയിലും അയച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധിക്കിടവരുത്തിയ കോടതി വിധി മറികടക്കാൻ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിമുഖത പുലർത്തുന്നുവെന്ന ദേശീയപാത സംരക്ഷണ സമിതി. ദേശീയപാത അതോറിറ്റി നൽകിയ റിവ്യൂ ഹർജി പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ വീണ്ടും കടുത്ത അനാസ്ഥ തുടർന്നുവെന്നാണ് ആക്ഷേപം. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല സമീപനം ഉണ്ടാകണമെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആവശ്യം. ദേശീയപാത 85 ബന്ധപ്പെട്ട് കേസ് പരിഗണിച്ചപ്പോൾ ദേശീയപാത വികസന അതോറിറ്റി നിർമ്മാണം നിർത്തിവെച്ചതുവഴി പൊതുഖജനാവിന് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതായും നിർമ്മാണം തുടങ്ങാൻ അനുമതി നൽകണമെന്നും 1895 ഈ പ്രദേശം വനമായി വിജ്ഞാപനം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഡി റിസർവ് ചെയ്തിട്ടുണ്ടെന്നും കോടതിയിൽ രേഖകൾ സഹിതം സമർപ്പിച്ച നിലപാടറിയിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി AG ഗോപാലകൃഷ്ണക്കുറുപ്പ് കോടതിയിൽ NHAIയുടെ വാദം ശരിയാണെന്നും പ്രദേശം വിജ്ഞാപനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. നിങ്ങൾ കൊണ്ടുവന്ന രേഖകൾ കോടതി പരിശോധിച്ചിട്ടുണ്ടെന്നും എന്നാൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ മുമ്പ് പറഞ്ഞിട്ടുള്ളത് വനമാണെന്നാണെന്നും ഒരു വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ അത് രേഖകളായി കോടതിയിൽ സമർപ്പിക്കാത്തത് എന്താണെന്നും കോടതി ആരാഞ്ഞു. പൊതു താൽപര്യ ഹർജിയിൽ ആദ്യം വനം എന്നാണല്ലോ സർക്കാർ രേഖാമൂലം സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായി കോടതിയിൽ വാക്കാൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും വനമല്ല എന്നാണെങ്കിൽ സത്യവാങ്മൂലം രേഖാമൂലം സമർപ്പിക്കണമെന്നും നാളിതുവരെയായിട്ടും എന്തുകൊണ്ട് പുതിയ സത്യവാങ്മൂലം നൽകുവാൻ മടിക്കുന്നുവെന്നും കോടതി ചോദിച്ചു. ഈ കേസിൽ കോടതി തീരുമാനമെടുക്കേണ്ടത് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുള്ള 14.5 കിലോമീറ്റർ പ്രദേശത്ത് മാത്രമാണ്. മറ്റിടങ്ങളിൽ NHAIക്ക് നിർമ്മാണം തുടരുന്നതിൽ തടസ്സമില്ല എന്നും കോടതി ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചു. കേസ് സെപ്റ്റംബർ 17 വീണ്ടും പരിഗണിക്കാനായി മാറ്റിവെച്ചു. കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി കാത്തിരിക്കാതെ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കുന്ന മുറയ്ക്ക് കേസിൽ വിധി പ്രസ്താവിക്കുമെന്നും കോടതി അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രതിസന്ധിക്കിടവരുത്തിയ കോടതി വിധി മറികടക്കുവാൻ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിമുഖത പുലർത്തുന്നുവെന്ന ദേശീയപാത സംരക്ഷണ സമിതി ആരോപിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല സമീപനം ഉണ്ടാകണമെന്നതാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആവശ്യം. സിറ്റിവിഷൻ അടിമാലി. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി പോലീസ്. ഓണക്കാലവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ തിരക്ക് വർദ്ധിക്കുകയും ഇത് ഗതാഗത കുരുക്കിന് വഴിയൊരുക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി പോലീസ് രംഗത്തെത്തിയത്. ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കാണിച്ച് മൂന്നാർ DYSP ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വഴി ദേശീയപാത അധികൃതർക്ക് കത്തു നൽകി. ഓണാവധി തുടങ്ങുന്നത് മുതൽ 10 ദിവസങ്ങളിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ വരെയുള്ള ഭാഗത്തെ പണികൾ നിർത്തിവെക്കണമെന്നാണ് കത്തിലെ ആവശ്യം. ദേശീയപാതയിലെ വീതികൂട്ടൽ പണികളുടെ ഭാഗമായി വാളറ മുതലുള്ള പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ഓഗസ്റ്റ് 15 അവധി ദിവസങ്ങളിൽ മൂന്നാറിൽ സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. 2 മുതൽ 4 മണിക്കൂർ വരെയായിരുന്നു വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ടത്. ദേശീയപാതയിലെ നിർമ്മാണം കാരണം ടൂറിസ്റ്റ് ബസ്സുകളും തടിലോറികളും ഉൾപ്പെടെയുള്ളവ 2ാം മൈലിൽ നിന്നും തിരിഞ്ഞ ആനച്ചാൽ വഴിയാണ് തിരക്കുള്ള സമയങ്ങളിൽ കടന്നുപോകുന്നത്. ഇതുമൂലം ആൽത്തറ, ആനച്ചാൽ, ശംഖുപ്പടി, ചിത്രപുരം മേഖലകളിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. തിരക്ക് രൂക്ഷമാകുന്ന ദിവസങ്ങളിൽ റൂട്ട് ബസ്സുകൾ ട്രിപ്പ് റദ്ദു ചെയ്ത് യാത്രക്കാരെ വലയ്ക്കുന്നതായും പരാതിയുണ്ട്. ഇത്തരം സാഹചര്യം കണക്കിലെടുത്താണ് ഓണാവധിയോട് അനുബന്ധിച്ച് 10 ദിവസക്കാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് കത്ത് നൽകിയത്. സിറ്റിവിഷൻ അടിമാലി. കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം അറുതിയില്ലാതെ തുടരുന്നു. കഴിഞ്ഞ ദിവസം പെരുമല ഗ്രാമത്തിലിറങ്ങിയ ഒറ്റയാൻ വാഹനവും ഗേറ്റും തകർത്തു. കാട്ടാന ശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികളുടെ ജീവിതം ദുസ്സഹമായി കഴിഞ്ഞു. ആനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താൻ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകേണ്ടി വരുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു.
കാർഷിക ഗ്രാമമായ കാന്തല്ലൂരിൽ കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടുകയാണ്. കർഷക ജനവാസ മേഖലകളിലൂടെ കാട്ടാനകൾ ചുറ്റിത്തിരിയുന്നതാണ് ആളുകളുടെ ഉറക്കം കെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം കാന്തല്ലൂർ പെരുമല ഗ്രാമത്തിൽ ഒറ്റയാൻ എത്തി നിർത്തിയിട്ടിരുന്ന വാഹനവും വീടിന്റെ ഗേറ്റും തകർത്തു. ദിവസങ്ങൾക്ക് മുമ്പ് കൃഷിത്തോട്ടങ്ങളിൽ ഇറങ്ങി നാശം വരുത്തിയ ഒറ്റയാനാണ് ഗ്രാമങ്ങൾക്കുള്ളിൽ കയറിയും പരാക്രമം നടത്തിയത്. ഇത് ഇവിടെ ഇരിക്കുന്ന റേഞ്ച് ഓഫീസറിന്റെ അടുത്തോ DFO അടുത്തോ പറഞ്ഞാൽ അവരെ കൊണ്ട് കഴിയുന്നത് അത്രയും സമാധാനപ്പെടുത്തി ജനങ്ങളെ തിരിച്ചുവിടുന്നത് മാത്രമേ കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു സമരം എന്ന് പറഞ്ഞാൽ അത് ഇനി തിരുവനന്തപുരത്തിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, കേരളത്തിൽ വനവകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്റെ നേർക്ക് ജനകീയ സമരം നടത്തുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയാനുള്ളത്. കാന്തല്ലൂർ മേഖലയിൽ കഴിഞ്ഞ 3 മാസത്തോളമായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. 10-ലധികം കാട്ടാനകളാണ് ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്നത്. കാട്ടാനകളെ തുരത്തുവാനും സുരക്ഷ ഉറപ്പാക്കാനും RRT സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്ന് കർഷകർ തന്നെ പറയുന്നു. ആനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകേണ്ടി വരുമെന്നതാണ് പ്രദേശവാസികൾ നൽകുന്ന മുന്നറിയിപ്പ്. സിറ്റി വിഷൻ, മറയൂർ. മൂന്നാർ ടൗണിന് സമീപം തമ്പടിച്ച് കാട്ടാനക്കൂട്ടം. കുട്ടിയാന അടങ്ങുന്ന കാട്ടാനക്കൂട്ടമാണ് ടൗണിന് ഏതാനും ദൂരം അകലെയുള്ള പ്രദേശങ്ങളിലൂടെ ചുറ്റിത്തിരിയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ഭാഗങ്ങളിൽ കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യമുള്ളതായി ആളുകൾ പറയുന്നു. ആനകൾ റോഡിലേക്കോ ടൗൺ ഭാഗത്തേക്കോ എത്തിയാൽ അത് അപകടത്തിന് വഴിയൊരുക്കും. മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം അറുതിയില്ലാതെ തുടരുകയാണ്. ദിവസേന ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട്. മൂന്നാർ ടൗണിന് സമീപം കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ട് ഏതാനും ദിവസങ്ങളായി. കുട്ടിയാനയടങ്ങുന്ന കാട്ടാനക്കൂട്ടമാണ് ടൗണിന് ഏതാനും ദൂരം അകലെയുള്ള പ്രദേശങ്ങളിലൂടെ ചുറ്റിത്തിരിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷൻ പരിസരത്തായിരുന്നു കാട്ടാനക്കൂട്ടം. പിന്നീട് പഴയ മൂന്നാർ ഭാഗത്തേക്കെത്തി. രാപ്പകൽ വ്യത്യാസമില്ലാതെ ആളുകളും വാഹനങ്ങളും ഒക്കെയുള്ള പ്രദേശമാണ് മൂന്നാർ ടൗൺ. ആനകൾ റോഡിലേക്കോ ടൗൺ ഭാഗത്തേക്കോ എത്തിയാൽ അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും. മുമ്പ് അപ്രതീക്ഷിതമായി കാട്ടാനക്കൂട്ടം മൂന്നാർ ടൗണിലിറങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ആളുകളും വാഹനങ്ങളും കാട്ടാനക്കൂട്ടത്തിന്റെ മുമ്പിൽ പെടാതിരുന്നതിനാൽ മറ്റ് അപകടങ്ങൾ ഒഴിവായി. ടൗണിന് സമീപം തമ്പടിച്ചിട്ടുള്ള കാട്ടാനക്കൂട്ടത്തെ പ്രദേശത്തു നിന്നും വനത്തിലേക്ക് തുരത്താൻ നടപടി ഉണ്ടാകണമെന്നതാണ് ആവശ്യം. മഴക്കാലമായിരുന്നിട്ട് കൂടി കാട്ടാനകൾ കാടിറങ്ങി മൂന്നാർ മേഖലയിൽ ഭീതി പരത്തുന്നതിൽ തൊഴിലാളി കുടുംബങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. മഴ മാറി വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കാട്ടാന ശല്യം വർദ്ധിക്കുമോ എന്നതാണ് തൊഴിലാളി കുടുംബങ്ങൾക്കിടയിലെ ആശങ്ക. സിറ്റി വിഷൻ, മൂന്നാർ. വാഴൂർ സോമൻ MLA അന്തരിച്ചതിനെ തുടർന്ന് പീരുമേട് മണ്ഡലത്തിൽ ഒഴിവുണ്ടായ വിവരം നിയമസഭാ സെക്രട്ടേറിയറ്റ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കുമാണ് കത്തും ഇമെയിലും വഴി വിവരം കൈമാറിയത്. ഒഴിവ് സംബന്ധിച്ച വിജ്ഞാപനവും നിയമസഭ ഇറക്കി. 8 മാസം മാത്രം കാലാവധി ശേഷിക്ക് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുവാൻ സാധ്യത കുറവാണെന്നാണ് പൊതുവിലയിരുത്തൽ. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിജ്ഞാപനവും വന്ന് തെരഞ്ഞെടുപ്പ് നടത്തിക്കഴിയുമ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗത്തിന്റെ കാലാവധി 6 മാസത്തിൽ താഴെയാകും. ജനാധിപത്യ നിയമ ഭേദഗതി പ്രകാരം 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ള മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വമേധയാ തീരുമാനമെടുക്കാം. ഇത് ഉപയോഗിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പീരുമേട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുവാനുള്ള സാധ്യത കുറവാണെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന സൂചന. 2026 ഫെബ്രുവരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരാൻ സാധ്യതയുള്ള സാഹചര്യം കൂടി കണക്കിലെടുക്കുന്നുണ്ട്. ഇത്തരമൊരു റിപ്പോർട്ടായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനു കൈമാറുക. 14ാം കേരള നിയമസഭയുടെ കാലയളവിൽ അംഗങ്ങളുടെ നിര്യാണത്തെ തുടർന്ന് 4 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയിരുന്നു. കുട്ടനാട്, ചങ്ങനാശ്ശേരി, ചവറ, കോങ്ങാട് മണ്ഡലങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയത്. ഇതിൽ ചവറയിൽ N വിജയൻപിള്ള 2020 മാർച്ച് 8-നും ചങ്ങനാശ്ശേരിയിൽ CS തോമസ് 2020 സെപ്റ്റംബർ 27-നുമായിരുന്നു അന്തരിച്ചത്. തോമസ് ചാണ്ടി 2019 ഡിസംബർ 19-നും അന്തരിച്ചിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്ന സാഹചര്യം മൂലമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കിയതെന്ന വാദമുണ്ട്. സാധാരണയായി സംസ്ഥാന സർക്കാരുകൾ ആലോചിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടത്തണമോ എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കും. എന്നാൽ 15ാം കേരള നിയമസഭയ്ക്ക് 8 മാസം മാത്രം കാലാവധി അവശേഷിക്കെ പീരുമേട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ സാധ്യത കുറവാണെന്ന സൂചനയുമുണ്ട്. പീരുമേട് LDF ജയിച്ച മണ്ഡലമാണെങ്കിലും ഭൂരിപക്ഷം പൊതുവെ കുറവാണ്. ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ മണ്ഡലം ഇടത്തോട്ടും വലത്തോട്ടും ചെരിയാൻ സാധ്യതയുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് അടുക്കുന്ന സമയത്ത് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കും.
ഇതിനാൽ ഉപതെരഞ്ഞെടുപ്പിനെ സർക്കാർ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കറിന് നിയമസഭ നൽകിയ പീരുമേട് ഒഴിവ് വിവരവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. വാഴൂർ സോമന്റെ വിടവാങ്ങലിലൂടെ നഷ്ടമായിരിക്കുന്നത് തോട്ടം മേഖലയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ രാഷ്ട്രീയ നേതാവിനെയാണ് എന്ന് DF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി. തൊഴിലാളി വിഷയങ്ങൾ വളരെ ആഴത്തിൽ പഠിച്ച് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ധീരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്നും ജോയ് വെട്ടിക്കുഴി പറഞ്ഞു. തനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ് നഷ്ടമായതെന്നും രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് വാഴൂർ സോമനെന്നും ജോയ് വെട്ടിക്കുഴി. പൊതുപ്രവർത്തന രംഗത്ത് വാഴൂർ സോമൻ്റെ മരണത്തിലൂടെ ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വളരെ കാലമായി വളരെ അടുത്ത ബന്ധം പുലർത്തി പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും. വ്യത്യസ്ത പാർട്ടിയിലും വ്യത്യസ്ത മുന്നണിയിലുമുള്ള ആളുകളാണെങ്കിലും നല്ല വ്യക്തിബന്ധം നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിൽ ഒരുമിച്ച് അംഗങ്ങളായി പ്രവർത്തിക്കാനായി അവസരം ലഭിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലും വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി സംസാരിക്കുകയും പദ്ധതികളുടെ രൂപീകരണത്തിലൊക്കെ നല്ല നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു പോയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തന രംഗത്ത് വളരെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പല കൺസീലിയേഷൻ മീറ്റിങ്ങുകളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഗാധമായ ആ ഒരു അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തൊഴിലാളികളുടെ ഒരു താല്പര്യ സംരക്ഷണത്തിനൊക്കെ വേണ്ടി അവർക്ക് വേണ്ടി നല്ല നിലപാടുകൾ എടുത്ത് സംസാരിക്കാനുള്ള പ്രാപ്തിയുള്ള ആ ഒരു തൊഴിലാളി സംഘടനാ നേതാവിനെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. MLA എന്നുള്ള നിലയിലും ഹൈറേഞ്ചിൻ്റെ വികാരങ്ങൾ നമ്മളിന്ന് പത്രത്തിൽ കണ്ടു. അദ്ദേഹത്തിൻ്റെ ആത്മരോഷം, അത് അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് അവിടെ പ്രകടമാകുന്നത്. ഉടുമ്പൻചോല സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ S. ഫ്രാൻസിസിന് യാത്രയയപ്പ് നൽകി. കൊളുക്കുമല ഓഫ് റോഡ് ജീപ്പ് സഫാരി ഡ്രൈവർമാരും ഉടമസ്ഥരും സംയുക്തമായിട്ടാണ് യാത്രയയപ്പ് നൽകിയത്. ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി V. ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ കൊളുക്കുമല ടൂറിസത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും കൊളുക്കുമലയുമായി ബന്ധപ്പെട്ട ഉപജീവനമാർഗം നടത്തുന്ന ജീപ്പ് ഡ്രൈവർമാരെ ഏകോപിപ്പിക്കുന്നതിലും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലും വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കഴിഞ്ഞ 2 വർഷമായി പ്രവർത്തിച്ച മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ S. ഫ്രാൻസിസിന് ആഘോഷമായ യാത്രയയപ്പ് നൽകി. ജീപ്പ് ഡ്രൈവർമാരുടെ നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ്. ഉടുമ്പൻചോല സബ് റീജിയൻ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന സാഹചര്യത്തിലാണ് കൊളുക്കുമല ഓഫ് റോഡ് ജീപ്പ് സഫാരി ഡ്രൈവർമാരും ഉടമസ്ഥരും സംയുക്തമായിട്ട് യാത്രയയപ്പ് ഒരുക്കിയത്. ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി V. ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. സാറ് തുറന്നു വെച്ച ആ ഒരു മേഖലയിലൂടെ നമുക്കിനി ഒരുപാട് ദൂരങ്ങൾ യാത്ര ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരു കൊളുക്കുമല ടൂറിസം ഡെസ്റ്റിനേഷൻ കമ്മിറ്റി ഉണ്ടെങ്കിൽ പോലും അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒന്നുകൂടെ നമുക്ക് ഊർജിതപ്പെടുത്തേണ്ടതുണ്ട്. കമ്മിറ്റിയുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് കുറച്ച് നാളായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൊളുക്കുമല ജീപ്പ് ഡ്രൈവർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി ഡ്രൈവർമാരും ഉടമസ്ഥരും യൂണിയനും വ്യാപാരി പ്രതിനിധികളും ചേർന്ന യാത്രയയപ്പ് നൽകി. കൊളുക്കുമലയുടെ പുരോഗമനത്തിന് എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് സ്വീകരണ യോഗത്തിന് ശേഷം നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരും നിങ്ങളുടെ കൂടൊപ്പം തന്നെ ഉണ്ടാവും. നിങ്ങൾ അവരെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അവരെ മാക്സിമം നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ വേദികളിൽ, അവരുടെ ഔദ്യോഗിക മേഖലകൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കണം. അവിടെയാണ് നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത്. യോഗത്തിൽ വാർഡ് മെമ്പർ വനരാജ, മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരായ മുജീബ്, സൂരത്ത്, അനിൽകുമാർ, HML അസിസ്റ്റന്റ് മാനേജർ ജോയിസ്, കൊളുക്കുമല ടൂറിസം മാനേജർ മഹി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അൻപുരാജ്, ജീപ്പ് ഡ്രൈവർമാർ, ഉടമസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ഇടവേള.
ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അടിമാലിയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ സൂചകമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിമാലിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി തേജസ് കെ ജോസ് പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിമാലിയിലും പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സൂചകമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിമാലിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി തേജസ് കെ ജോയ്സ് പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. പാലക്കാട് MLAയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി നിരവധി സ്ത്രീകളാണ് ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിരിക്കുന്നത്. ഒരു മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ ഒരു മെസ്സേജിന് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്ന സാഹചര്യമൊന്നുമല്ല. നിർബന്ധപൂർവ്വം സ്ത്രീകളെ മെസ്സേജ് അയക്കുകയും ആ മെസ്സേജിന് മറുപടി തന്നില്ലെങ്കിൽ അവരെ ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുകയും ലൈംഗിക ചേഷ്ടയ്ക്ക് വേണ്ടി അവരെ നിർബന്ധിക്കുകയും അതിനുശേഷം പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് അബോർട്ട് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരങ്ങളാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. പ്രതിഷേധ പ്രകടനം ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് സെക്രട്ടറി CS സുധീഷ, മനു തോമസ്, റെക്സൺ പൗലോസ്, നിഖിൽ ഷാജൻ, അലക്സ് വർഗീസ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിരവധി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ഗ്രാമവാസികൾക്ക് വികസനത്തിന്റെ പാതയിലേക്ക് കൈത്താങ്ങായി ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനും SNDP യോഗം മലനാട് യൂണിയനും നന്ദിയാട്ടുകുന്നം ഖാദി ഗ്രാമോദയ വിദ്യാലയവും മൂവാറ്റുപുഴ എഡ്യൂക്കേഷൻ സൊസൈറ്റിയും സംയുക്തമായി ഏകദിന സ്വയം തൊഴിൽ പരിശീലന സെമിനാർ ദൈവദശക ശതാബ്ദി മന്ദിരം കട്ടപ്പനയിൽ വെച്ച് നടന്നു. ഇന്ത്യയിലെ കാർഷികാധിഷ്ഠിത വ്യവസായങ്ങളിലും ആധുനിക ടെക്നോളജികൾ എന്നിവയിൽ പരിശീലനം നേടുന്നതിനും അവ ആരംഭിക്കുന്നതിനും ആവശ്യമായ ബോധവൽക്കരണ ക്ലാസും വ്യാവസായികമായി തുടങ്ങുന്നതിന് ആവശ്യമായ ലോൺ, സബ്സിഡി, മാർക്കറ്റിംഗ് എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ക്ലാസുകൾ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തി. SNDP മലനാട് യൂണിയന്റെയും മലനാട് യൂണിയൻ വനിതാ സംഘത്തിന്റെയും നേതൃത്വത്തിൽ നമ്മൾ വനിതകൾക്കായി സ്വയം തൊഴിൽ പരിശീലന പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഫാഷൻ ഡിസൈനിങ് കോഴ്സ്, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, തേനീച്ച വളർത്തൽ, വാഴനാരിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെ ഒരുപാട് പദ്ധതികൾ കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്.
കട്ടപ്പന മുനിസിപ്പാലിറ്റി കൗൺസിലർ ജാൻസി ബേബി അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് ഡയറക്ടർ ജി ആൻഡവൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. വിനോദ് ഉത്തമൻ, ലതാ സുഭാഷ, CK വത്സ, TB ശിവകുമാർ, ജയ സുഗു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. PK രാജു ഹനിനഗർ തേനീച്ച വളർത്തലിനെ സംബന്ധിച്ച ക്ലാസുകൾ നയിച്ചു. സിറ്റി വിഷൻ കട്ടപ്പന. കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷനും കട്ടപ്പന പൗരാവലിയും സംയുക്തമായി ഓണാഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കും. കട്ടപ്പന ഓണം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ആഘോഷത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. ഉടുമ്പൻചോല MLA MM മണി മുഖ്യപ്രഭാഷണവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് ഓണ സന്ദേശം നൽകുകയും ചെയ്യും. ഓണാഘോഷത്തിന്റെ ഭാഗമായി കട്ടപ്പനയിൽ ഈ മാസം 26-ാം തീയതി ചൊവ്വാഴ്ച അത്തനാളിൽ വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര നടത്തും. ടൗൺ ഹാൾ പരിസരത്തു നിന്നും പുലികളിയുടെയും വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ സമാപിക്കും. DYSP VA നിഷാദ് മോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സാംസ്കാരിക സമ്മേളനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് കട്ടപ്പനയുടെ ബഹുമാനായ DYSP ശ്രീ നിഷാദ് മോഹൻ സാറാണ്. ആ ഘോഷയാത്രയിൽ നാടൻ കലാരൂപങ്ങളും ചെണ്ടമേളങ്ങളും വാദ്യമേളങ്ങളും അതിനേക്കാൾ ഉപരിയായി ഹൈറേഞ്ചിലെ ആളുകൾ ആഗ്രഹിക്കുന്ന തൃശ്ശൂരിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള പുലികൾ ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ അതിനകത്തുണ്ടാവും. 100 കണക്കിന് ഫ്ലോട്ടുകളും കലാരൂപങ്ങളും ഒക്കെ അതിനകത്ത് അണിനിരക്കുന്നുണ്ടാവും. ഉടുമ്പൻചോല MLA MM മണി മുഖ്യപ്രഭാഷണവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് ഓണ സന്ദേശവും നൽകും. കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി, വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിക്കും. പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. ഉടുമ്പൻചോലയുടെ പ്രിയങ്കരനായ MLA ശ്രീ MM മണി മുഖ്യപ്രഭാഷണവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് ഓണ സന്ദേശം നൽകുകയും ചെയ്യും. കട്ടപ്പനയുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി, വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും. തുടർന്ന് 9 ദിവസം ഓണത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. 9 ദിവസങ്ങളിൽ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനോടനുബന്ധിച്ച് വ്യാപാര ഉത്സവവും നറുക്കെടുപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്, ജനറൽ സെക്രട്ടറി PK ജോഷി കുട്ടട, വർക്കിംഗ് പ്രസിഡന്റ് സിജോ മോൻ ജോസ, വൈസ് പ്രസിഡന്റ് ബൈജു വെമ്പേനി, HMTA സെക്രട്ടറി MK ബാലചന്ദ്രൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിയാസ് MK, FOK പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, KDF സെക്രട്ടറി സുമിത് മാത്യു, സൽജു ജോസഫ്, അനിൽ ജോസ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ കട്ടപ്പന. തുടർച്ചയായ 5-ാം വർഷവും നെടുങ്കണ്ടം ആശാഭവനിലെ അന്തേവാസികൾക്ക് ഓണക്കിറ്റുമായി ഹരിതകർമ്മസേനാംഗമായ വസന്ത S നായർ. നെടുങ്കണ്ടം പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷമായി ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്ന വസന്ത ഇപ്പോൾ 16-ാം വാർഡ് ഹരിതകർമ്മസേനയിലെ അംഗമാണ്. സ്വദേശമായ തൂക്കുപാലത്ത് നിന്നും എത്തിയാണ് നെടുങ്കണ്ടം ടൗണിൽ ഉൾപ്പെടുന്ന 16-ാം വാർഡിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നത്. ദിനംപ്രതി സന്യാസിയോടയിൽ നിന്നും ട്രിപ്പ് ജീപ്പിലാണ് നെടുങ്കണ്ടത്തേക്കുള്ള യാത്ര. വളരെ തുച്ഛമായ തന്റെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ചാണ് വസന്ത ആശാഭവനിലെ കുട്ടികൾക്ക് ഓണക്കിറ്റ് കൈമാറിയത്. ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്നേഹം നിറഞ്ഞ ചേച്ചി എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. വന്ന് ചേച്ചിയുടെ ആ ഇല്ലായ്മയിൽ നിന്നും വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സഹായം, വിധവയുടെ കൊച്ചുകാശ് എന്നതുപോലെ വളരെ നല്ല മനസ്സോടുകൂടി ഇവിടെ വന്ന് കുഞ്ഞുങ്ങൾക്ക് എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് ചേച്ചി ഭക്ഷണ സാധനങ്ങളും ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് ചേച്ചി വരാറുണ്ട്. വസന്തയുടെ തീരുമാനത്തിന് പിന്നിലും ഒരു മധുര പ്രതികാരമുണ്ട്. ശുചീകരണ തൊഴിലാളിയായ തങ്ങളെ പലരും 2ാം തരക്കാരായി പരിഗണിച്ചപ്പോൾ ക്ലീൻ സോൾജിയേഴ്സ് എന്ന പദവി നൽകി ആശാഭവൻ മുമ്പ് ആദരിച്ചിരുന്നു. പഞ്ചായത്തിലെ മുഴുവൻ ശുചീകരണ തൊഴിലാളികളെയും ഒരുമിച്ച് ചേർത്ത ഓണാഘോഷവും സദ്യയും സമ്മാനങ്ങളും നൽകിയാണ് അന്ന് പിരിഞ്ഞത്. തങ്ങളെ ചേർത്ത് നിർത്തിയ ആശാഭവന്റെ പ്രവൃത്തി വലിയ അംഗീകാരമായിരുന്നുവെന്നാണ് വസന്ത പറയുന്നത്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു ബഹുമതി തിരുഹൃദയ സന്യാസി മഠത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നിട്ടുണ്ട്. ഗ്രീൻ സോൾജിയേഴ്സ് എന്നുള്ള പദവി, അത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കുറവെങ്കിലും ഇത്രയെങ്കിലും ചെയ്യാനായ ചാരിതാർത്ഥ്യത്തോടെയാണ് വാർഡ് മെമ്പർ ജോജി ഇടപ്പള്ളിക്കുന്നിലിനൊപ്പം എത്തി വസന്ത ഓണക്കിറ്റ് കൈമാറിയത്. സിറ്റി വിഷൻ
നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി മറികടക്കാൻ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിമുഖത കാട്ടുന്നുവെന്ന ആരോപണം. വനമല്ല എന്നത് സർക്കാർ വാക്കാൽ പറഞ്ഞാൽ പോരെന്ന കോടതിയുടെ പരാമർശം. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി പോലീസ്. ആവശ്യം ഓണക്കാലവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ തിരക്ക് വർദ്ധിച്ച ഗതാഗത കുരുക്കുണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി. കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം അറുതിയില്ലാതെ തുടരുന്നു. കഴിഞ്ഞ ദിവസം പെരുമല ഗ്രാമത്തിലിറങ്ങിയ ഒറ്റയാൻ വാഹനവും ഗേറ്റും തകർത്തു. മൂന്നാർ ടൗണിന് സമീപം തമ്പടിച്ച കുട്ടിയാന അടങ്ങുന്ന കാട്ടാനക്കൂട്ടം. വാഴൂർ സോമൻ MLA അന്തരിച്ചതിനെ തുടർന്ന് പീരുമേട് മണ്ഡലത്തിൽ ഒഴിവുണ്ടായ വിവരം നിയമസഭാ സെക്രട്ടേറിയറ്റ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്തും ഇമെയിലും അയച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.